കൊച്ചി കേന്ദ്രീകരിച്ച് വീണ്ടും വിസ തട്ടിപ്പ്. തമനത്ത് പ്രവർത്തിച്ചിരുന്ന കനാൻ ഇന്റർനാഷണൽ എന്ന സ്ഥാപനമാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി പേരിൽ നിന്നും വിസയ്ക്കായി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തൊടുപുഴ സ്വദേശികളായിട്ടുള്ള ജെയ്സൺ, ഭാര്യ ജെൻസി എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ. 2 കൊല്ലത്തിന് മുകളിലായി പണം നൽകി വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു 18ഓളം ചെറുപ്പക്കാർ. കാത്തിരുന്നു മടുത്ത് കനാൻ ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടപ്പോൾ തെറിവിളിയായിരുന്നു ഫലം. ഇതോടെയാണ് പറ്റിക്കപ്പെട്ടു എന്ന് പലരും തിരിച്ചറിയുന്നത്. പാലാരിവട്ടം സ്റ്റേഷനിലാണ് ഈ ചെറുപ്പക്കാർ പരാതി നൽകിയിരിക്കുന്നത്. ദമ്പതികളായ ജെയ്സൺ, ജെൻസി പി ദേവസി എന്നിവർ ചേർന്നാണ് കാനൻ ഇന്റർനാഷണൽ എന്ന സ്ഥാപനം നടത്തിയിരുന്നത്. 4 മാസത്തിനുള്ളിൽ വിസ തരാം എന്ന എഗ്രിമെന്റിലാണ് പലരും പണം നൽകിയത്. നിങ്ങളൊക്കെ എങ്ങനെയാ അങ്ങോട്ട് എത്തിയ? അഡ്വർടൈസ്മെന്റ് വഴി, മീഡിയ അങ്ങനെയൊക്കെ വഴിയിട്ട് അങ്ങനെ എത്തിയതാണ്. കണ്ടിട്ട് FBയിലും പോസ്റ്റൊക്കെ കണ്ടിട്ട്. ഇവര് 2 പേര് മാത്രമാണോ? അതൊരു ഗ്രൂപ്പ് ഉണ്ട്? ഇവര് കൂടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന കുറേ പേരുണ്ട്. എലിസബത്ത് എന്ന് പേരുള്ളൊരു ലേഡിയുണ്ട്. പിന്നുള്ളവരും നമുക്ക് പരിചയമില്ല. ഈ പിള്ളേരുകളാണ് ഈ വർക്ക് ചെയ്യുന്നത്. അവർ എപ്പോഴും എല്ലാ നേരത്തും ഉണ്ടാവില്ല. ഇന്ന് കണ്ടവരെ നാളെ കാണത്തില്ല. ഈ സ്ഥാപനം ഇപ്പം അടച്ചുപൂട്ടിയേക്കണം. എമിഗ്രേഷനിൽ ഞങ്ങൾ കേസ് കൊടുത്തപ്പോൾ അവർ അടച്ചുപൂട്ടിക്കോളാൻ പറഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് വിസ പ്രൊവൈഡ് ചെയ്യാം? ഇവർ ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, ലിത്വാനിയ അങ്ങനെ കുറേ സ്ഥലത്തേക്കാണ് അവർ പറഞ്ഞേക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയാണ് തട്ടിപ്പിന് ഇരയായവർ ഒരുമിച്ച് ചേർന്ന് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. പരാതി നൽകിയിട്ടും 5 മാസത്തോളം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് കമ്മീഷണർ ഓഫീസ് കയറിയിറങ്ങിയാണ് ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ പ്രതിയെ പിടികൂടാം എന്ന ഉറപ്പ് ഈ ചെറുപ്പക്കാർക്ക് ലഭിച്ചത്. പക്ഷേ ഇപ്പോഴും ജെയ്സന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ആക്റ്റീവ് ആണെന്നതാണ് വസ്തുത. ഇപ്പോഴും അഡ്വർടൈസ്മെന്റും കൊടുക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആളുകൾ കബളിക്കപ്പെടുന്നുണ്ട്. വിസ തട്ടിപ്പ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലിയൊരു ശതമാനം തൊഴിലന്വേഷകരായ ചെറുപ്പക്കാരാണ് ഇതിന് ഇരയാകുന്നത്. കാര്യക്ഷമമായ ഇടപെടൽ കൂടിയേ തീരൂ. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം AT അശ്വതി, കേരള വിഷൻ ന്യൂസ്.